Ready, 1, 2, 3, start! പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് 21 ജനുവരി 2026. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കാശ്മീരിലെ ഗുൽമർഗിലാണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഡൽഹിയിലായിരുന്നു. ഇന്നലെ നമ്മൾ ജമ്മു എത്തി. അവിടുന്ന് ഇപ്പൊ ഇന്നലെ രാത്രി നമ്മള് കാശ്മീരിലെത്തി, ശ്രീനഗറിൽ. ഇപ്പൊ നമ്മൾ നേരെ ഗുൽമർഗിലാണ്. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിവിടെ ഗുൽമർഗ് വരുന്ന സമയത്ത് നമ്മളെ ഷൂകളൊക്കെ അവിടെ വെക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വണ്ടിയിൽ വെക്കും. എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ ഷൂ ഉണ്ട്, ഈ 8 എന്നതുപോലത്തെ ഷൂകൾ എന്ത് ചെയ്യും, ഷൂ ജാക്കറ്റ് നമ്മൾ എടുക്കാൻ 250 രൂപയാണ് വരിക. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായി പോവാണ്. അവിടെ ഓയ് സെറ്റല്ല നമ്മൾ നേരെ ഗുൽമർഗ് എത്തി, ടങ്മർഗ് എത്തി, ഗുൽമർഗ് പോകണം. അങ്ങനെ മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു സുഹൃത്തുക്കളെ. ഓണോയിലൊക്കെ മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഗുൽമർഗിൽ എത്താനായിട്ടോ. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ, ഗുൽമർഗിൽ മഞ്ഞുണ്ട് കേട്ടോ. നമ്മള് ഗുൽമർഗിൽ എത്തി. പ്രിയപ്പെട്ടവരെ, വോയേജർ ഗ്രാമിന്റെ 14 ദിവസത്തെ യാത്രയിലെ 7ാമത്തെ ദിവസമാണ്. ഇപ്പൊ നമ്മള് കശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗുൽമർഗിൽ എത്തിട്ടോ. ഇവിടെയുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരി. ഭർത്താവ് കൊണ്ടുവരി. മഞ്ഞിലിരുന്ന് കാണും, കടന്ന് കാണും, എല്ലാ ഫോട്ടോസും ഉണ്ട് അവിടെ. പാട്ടുപാടി. മഞ്ഞ് പെയ്യുണ്ട്, മനം കുളിരുണ്ട്, മധുരമാസ പെണ്ണേ പാടി. എന്താ അടെ ഓയ് ഏ കുഞ്ഞിക്ക സെറ്റല്ലേ? അടെ സുര ഓയ് സെറ്റല്ലേ? അവിടെ സെറ്റല്ലേ? ഓക്കെ, ആൾക്കാർ തിരിച്ചറിയില്ല. അവിടെ സെറ്റല്ലേ? അവിടെ ഓയ് ഏയ് 1, 2, 3 അപ്പളും പറഞ്ഞില്ലേ ഓരണ്ടാ ഓരണ്ടാന്നേ. Ready, 1, 2, 3, start! ഉല്ലാസ Ready, 1, 2, 3, start! ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു മുക്കുറ്റി ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗണ്ടോള ഫേസിലെത്തി. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും സെക്കൻഡ് ഫേസിൻ്റെ ഒന്നും ആവശ്യം നിലവിലില്ല. ഫസ്റ്റ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഫസ്റ്റ് ഫേസിൽ ഒന്നുകൂടെ മഞ്ഞ് കിട്ടും. നമ്മൾ ആൾക്കാരും കൊണ്ട് മേലേക്ക് ഇങ്ങനെ പോകണ്ടോ നീ സെറ്റല്ലേ? ശരിക്കോ
അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ബ്ലോക്കാണ്, മീൻസ് ക്യൂ ആണ്. ഒരു 1.5 മണിക്കൂർ ക്യൂവിൽ നിൽക്കാൻ തന്നെ നമ്മൾ കാണേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 21. ഇപ്പം നമ്മൾ കാശ്മീരിലെ ഗുൽമർഗിലെ ഫേസ് നമ്പർ 1 അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഉണ്ട് കേട്ടോ. ഫേസ് നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് സ്നോ ആണ്. ഫേസ് നമ്പർ 1 നമ്മൾ എത്തിയില്ല കേട്ടോ, ബേസിലാണ്. അതൊക്കെ കംപ്ലീറ്റ് चार ही जा रहे हैं उधर. जो सिंगल होते हैं वो ऐड नहीं तो. ഇപ്പോൾ നമ്മളിവിടെ ഫേസ് 1 എത്തിട്ടോ. ആ ഫേസ് 1 എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? തണുപ്പുണ്ട്. അടിപൊളി. അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ എല്ലായിടത്തും. സെക്കൻഡ് ഫേസ്, ഫസ്റ്റ് ഫേസ് ആണ് ഫുള്ള് മൂടി. ഗുൽമർഗ് നിങ്ങൾ ഗൂഗിളിൽ കാണുന്ന അതേ ഫോട്ടോസിലായി, ആ രീതിയിലായി. നമ്മൾ 14 ദിവസത്തെ യാത്രയിൽ ഒന്നാണ് ഇതിൽ. ഇപ്പം നമ്മളുള്ളത് കാശ്മീരാണ്. നാളെ ലാസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ഗുൽമർഗും സോൻമർഗും പെഹൽഗാമൊക്കെ പോയി. ഇപ്പോൾ ഡൽഹിയിൽ എല്ലാ സ്ഥലങ്ങളും പോയി. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ? എങ്ങനെ കണ്ടുമുട്ടിയത്? ഇത് വേജർഗ്രാമിൻ്റെ എന്നുള്ള ഗ്രൂപ്പ് കണ്ടുമുട്ടിയത് ഫേസ്ബുക്ക് വഴിയാണ്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് കണ്ടുമുട്ടിയത്. അങ്ങനെ ഇവരുടെ സംസാരവും ഇവരുടെ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലായിരുന്നു. അതുകൊണ്ട് നമ്മളിതിൽ ജോയിൻ ചെയ്തു. നല്ല യാത്രയായിരുന്നു, സന്തോഷകരമായിട്ട് നല്ല യാത്രയായിരുന്നു. പിന്നെ അതായത് ഇന്നിപ്പോൾ നമ്മളെ 10ാമത്തെ ദിവസമാണ്. ഇതുവരെ എങ്ങനെയുണ്ട്? ഇതുവരെയുള്ള പാക്കേജ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞതായിരുന്നു. ഞങ്ങൾ എന്തുകൊണ്ടും ഹാപ്പിയാണ്. നന്നായിട്ട് സർവീസ് ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി ഷാമിൽ, ഷെഫീഖ് നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാ വിവരങ്ങളും പറഞ്ഞ് നന്നായിട്ട് തന്നിട്ടുണ്ട്. സോ ഞങ്ങൾ ഹാപ്പിയാണ്. ഇനിയും എല്ലാവരും, എക്സ്പെഷ്യലി ഞങ്ങളുടെ യാത്രകൾ എന്തായാലും ഇനി വോയേജർ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെയാണ്. പറഞ്ഞു. ഓക്കെ, ഞാൻ ആക്ച്വലി എൻ്റെ ഉമ്മയുടെയും മിന്നാടെയും കൂടെ ഞാൻ വന്നതാണ്. ഇതിൽ ഞാൻ ആക്ച്വലി ഇല്ലായിരുന്നു, ഇവർ നിർബന്ധിച്ചിട്ട് കയറിയതാണ്. പക്ഷെ വളരെ നല്ലതായിരുന്നു. ഇന്ന് പിന്നെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യലായിട്ട് പുതിയ വരാൻ ആളുകളോട്? എങ്ങനെയുണ്ട് നമ്മളെ? ഇനി എന്തോ പുതിയവർ വന്നാലും നമുക്കൊന്നുകൊണ്ട് പേടിക്കാനില്ല. നല്ലതുപോലെ കെയർ ചെയ്യും. നമ്മൾ ഫാമിലി ആയിട്ട് വന്നാലും ഒറ്റയ്ക്ക് വന്നാലും നമ്മൾ 3 ലേഡീസ് അല്ലേ വന്നിന്? ഞങ്ങൾ 3 ലേഡീസാണ് വന്നത്. അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഹോട്ടലും നമ്മളുടെ ഭക്ഷണവും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല ഹാപ്പി. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ കാശ്മീർ വന്നിട്ട് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങളുടെ കൂടെ 2 പേരുണ്ടായിരുന്നു. ഷാമിലാണേലും ഷെഫീഖാണേലും നല്ലതുപോലെ നമ്മളെ കെയർ ചെയ്താണ് കൊണ്ടുപോയത്. യാതൊരു രീതിയിലും പേടിക്കണ്ട. ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ 3 സ്ത്രീകളാണ് വന്നത്. അതുപോലെ ഒത്തിരി ഉണ്ടായിരുന്നു. നല്ല ഗ്രൂപ്പാണ്, നല്ല ഇതാണ്, നല്ല ഹാപ്പിയാണ്. എല്ലാം കൂടെ നല്ല രീതിയിൽ ഹാപ്പിയാണ്. ഞങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. കൊടുക്കുന്ന പൈസക്ക് മുതലാണ്. എന്താണേലും ഞങ്ങൾ ഹാപ്പിയാണ് 3 പേരും. ഓക്കെ, അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ തന്നെ വരിക, അതാണ് ഏറ്റവും നല്ലത്. താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത ഡേറ്റുകളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. എവിടെയുള്ളത് ഇപ്പോ? എങ്ങനെയുണ്ട്? എത്ര വയസ്സായി? 60. പോട്ടെ, മെല്ലെ അങ്ങനെ പോട്ടെ. 60. ഓക്കെ, മെല്ലെ അങ്ങനെ പോട്ടെ. അവിടെ ഇരുന്നോളി. 3 സ്റ്റാർട്ട് ആക്ഷൻ. അടിച്ചടിച്ച് പൊട്ടിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെവിടെ പോവാ? അപ്പൊ നമ്മളിപ്പോ എവിടെയാണ്?
എങ്ങനെയുണ്ട്? കാശ്മീർ ഗുൽമർഗ് അടിപൊളി, സൂപ്പർ ആയിരിക്കും. സൂപ്പർ ട്രിപ്പ്. മഞ്ഞ് വാരി വാരി കളിക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. യാത്ര എങ്ങനെയുണ്ട്? യാത്ര അടിപൊളി. അടിപൊളിയായിരുന്നു. റൂം അടിപൊളി. നമ്പർ 1 റൂംസാ. ആണാണ്. മുതലുണ്ടോ? അതിനെ കട്ടി മുതലുണ്ട്. സെറ്റ്. കുഴപ്പമില്ല. ഷെഫീഖ് അടിപൊളി. ഷെഫീഖിന്റെ കാര്യമാണ്. ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ ആണോ? ഹാപ്പി ആണോ? എങ്ങനെയുണ്ട്? കാഴ്ചകൾ എങ്ങനെയുണ്ട്? അടിപൊളി. ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ ഇവിടെ? അല്ല മഞ്ഞില് മുന്നേ പോയി മണാലി പോയിട്ട് ഞാൻ ഞങ്ങൾ മാഗി കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. अलग ऑर्डर है उन्हीं के साथ है. -6 ഡിഗ്രി തണുപ്പ്. ഇതേപോലെ വ്യൂ നോക്കി, കിടിലം വ്യൂ. അതായത് ഗുൽമർഗിലെ ഫേസ് നമ്പർ 1 മക്കളെ നോക്കി കംപ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളും. കശ്മീരിൽ അടിപൊളി മഞ്ഞുണ്ട്. ഇന്ന് ജനുവരി 26. ജനുവരി 26 അല്ലേ? ജനുവരി 21. ജനുവരി 21. നല്ല മാഗി. -ഡിഗ്രി തണുപ്പും. മാഗിന്റെ ടേസ്റ്റ് അല്ല, ചൂടത്ത് വിശപ്പും തണുപ്പത്ത് വിശപ്പും ചൂടും ഒക്കെ പാടാ. മേലെ കയറി അറിഞ്ഞോ? ആ വീണാ വൈറലാവും. ഓടി ഓടി ഓടി. 1 2 3 സ്റ്റാർട്ട്. മഞ്ഞ് പെയ്യുണ്ട് മനകുളിരുണ്ട് മധുരമാസ പെണ്ണേ ഓടിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. എറിഞ്ഞോ കൊറേ എറിഞ്ഞോ. ഓക്കെ എറിഞ്ഞോ കൊറേ എറിഞ്ഞോ. 1 2 സാറ് കളിക്ക് സ്റ്റെപ്പ് ക്യാമറ ഉണ്ടാ. കുടുംബത്തോടൊപ്പോ കൂട്ടുകാരോടൊപ്പോ ഇനി നിങ്ങളുടെ കൂടെ ആരുമില്ലേ നിങ്ങൾക്ക് ഒറ്റക്കോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഒരു യാത്ര പോയാലോ? പറഞ്ഞു വരുന്നത് ബോയ്സർ ഗ്രാമിന്റെ 8 ദിവസത്തെ ആഗ്ര ഡൽഹി പാക്കേജിനെ കുറിച്ചാണ്. ആഗ്രയും ഡൽഹിയും മാത്രമാണെങ്കിൽ 8 ദിവസമാണ് വരിക.
ഇനി 12 ദിവസത്തെ മറ്റൊരു ഇവന്റ് ഉണ്ട്, ആഗ്രയും ഡൽഹിയും മണാലിയും. നിങ്ങളുടെ കയ്യിൽ 14 ദിവസം ഉണ്ടെങ്കിൽ ആഗ്രയും ഡൽഹിയും കാശ്മീരും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോരും. ആഗ്രയിൽ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, ഡൽഹിയിൽ കുത്തബ് മിനാർ, സെൻട്രൽ സെക്രട്ടറി, ഇന്ത്യ ഗേറ്റ്, ലോട്ടസ് ടെമ്പിൾ, ഹിമയോൺസ് ടോംബ്, സഫ്ദർജംഗ് ടോംബ്, ലോധി ഗാർഡൻ, ജമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, ലോട്ടസ് ടെമ്പിൾ, അങ്ങനെ മാക്സിമം സ്ഥലങ്ങൾ. അതിനുശേഷം നമ്മൾ കാശ്മീരിൽ പോകുമ്പോൾ കാശ്മീരിൽ ഗുൽമർഗും സോനമർഗും പെഹൽഗാമും, കാശ്മീരിലെ ശ്രീനഗർ ലോക്കൽ വിസിറ്റും. ഇനി മണാലിയാണ് പോകുന്നതെങ്കിൽ ആഗ്രയും ഡൽഹിയും കഴിഞ്ഞതിന് ശേഷം മണാലിയിൽ 2 നൈറ്റും 3 ഡേയ്സാണ് വരിക. അപ്പോൾ ഈ ഒരു യാത്ര ടോട്ടലി 8 ദിവസം, 12 ദിവസം, 14 ദിവസത്തെ ഇവൻറ്റുകളാണ് ഗ്രൂപ്പായിട്ട് പോകുന്നത്. അതിൽ ലേഡീസ് ഒള്ളി വരുന്ന ഡേറ്റുകളുണ്ട്, മിക്സഡ് ഡേറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടേതായിട്ടുള്ള ഡേറ്റിൽ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ്ഡ് ഇവൻറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യം, അതുപോലെ തന്നെ ഇനി നിങ്ങൾ 2 പേര് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഹണിമൂൺ പാക്കേജുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ഈ സ്ക്രീനിൽ കൊടുത്ത എല്ലാ ഡേറ്റുകളും, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലേക്കുള്ള ബുക്കിംഗ് ആണ്, പ്രീ ബുക്കിംഗ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അയാള് ചൂടിലാണ്, നീച്ച് പോയതോളി. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? രസമുണ്ടോ? പാക്കേജിംഗ് ഉണ്ട്. ഹാപ്പിയാണോ? ഫോട്ടോയിലൊക്കെ കണ്ട പോലെ തന്നെ അല്ലേ? ഫേസ് പണ്ടെന്ന് ഇറങ്ങി താഴെ എത്തിട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഷൂ എടുത്ത് പോരേണ്ടി വരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.